KPCC ജനറൽ സെക്രട്ടറിയായിരുന്ന MA ലത്തീഫിനെ കോൺഗ്രസിൽ തിരിച്ചെടുത്തു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 2021 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ വിശ്വസ്തനായിരുന്നു MA ലത്തീഫ്. അല്ലമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ. അമീൻ, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് MA ലത്തീഫിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം? വിനിത, പ്രതിപക്ഷ നേതാവായി VD സതീശനും KPCC അധ്യക്ഷനായി K സുധാകരനും വന്നതിന് പിന്നാലെ നിരവധി നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായിരുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ പേരിലായിരുന്നു പലർക്കെതിരെയും നടപടിയെടുത്തത്. അത്തരത്തിലായിരുന്നു KPCC മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന MA ലത്തീഫിനെതിരെയും നടപടി വന്നത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിച്ച ആദ്യം താക്കീത് നൽകുന്നു, പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അക്കൂട്ടത്തിൽ പലരെയും പുറത്താക്കിയിരുന്നു. അവരിൽ പലരും മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറിയെങ്കിലും MA ലത്തീഫ് കോൺഗ്രസിനോട് സഹകരിച്ച് തന്നെ പോകുന്നൊരു സാഹചര്യമായിരുന്നു. നേതൃത്വത്തിന് പലപ്പോഴും വിശദീകരണം നൽകുകയൊക്കെ ചെയ്തെങ്കിലും നേതൃത്വം പരിഗണിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 2 മാസം മുൻപും ലത്തീഫ് പാർട്ടി നേതൃത്വത്തെ സമീപിച്ചു. പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളോ അച്ചടക്ക ലംഘനമോ ഉണ്ടാകില്ല എന്ന് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള MM ഹസൻ ഇപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുത്തിരിക്കുന്നത്, MA ലത്തീഫിനെ തിരിച്ചെടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ വിശ്വസ്തൻ കൂടിയായിരുന്നു MA ലത്തീഫ്. MM ഹസനുമായിട്ടും വളരെ സഹകരണമുള്ള നേതാവ് കൂടിയായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവും K അവരുമായിട്ടുള്ള ചില വാക്തർക്കത്തിന്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിലപാടിന്റെയൊക്കെ പേരിലായിരുന്നു അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത്. വിനിത, ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.